Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Hello. Good afternoon, ma'am. Good afternoon. അവിടെ തന്നെ ഉണ്ടായിട്ട് അങ്ങനെ ഇവിടെ ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, പക്ഷേ പറ്റില്ല. സോ നമ്മള് സാധാരണ പോലെ തന്നെയായി. ഓക്കെ ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ എല്ലാവർക്കും? Yes, ma'am. Sugana. സുഖാണ്. What about your classes? ക്ലാസ്സുകളൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? Good, ma'am. നന്നായി പോകുന്നു അല്ലേ? വെരി ഗുഡ്. എസ്പെഷ്യലി ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അറിയാലോ, ഇംഗ്ലീഷ് ഇപ്പൊ എങ്ങനെയായി? കറക്റ്റ് ആയോ? നല്ലതാണ് മാം. ഇപ്പൊ ഓക്കെ. നമ്മള് we have to give them a second chance അല്ലെ? നമ്മളൊരു ചാൻസ് കൊടുക്കണം. ബിക്കോസ് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ പോപ്പുലർ ആയിട്ട് ഈ അടുത്ത കാലത്താണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാവർക്കും ചിലപ്പോ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ തന്നെയല്ല ഓൺലൈൻ ക്ലാസ്സസിൽ അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു ക്ലാസ് എടുക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ സ്റ്റുഡൻസ് നമ്മൾക്ക് ഫേസ് ചെയ്തിരിക്കുന്നവരുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടെ ക്യാമറ ഒക്കെ ഓഫ് ചെയ്തു. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷൻ അവർക്ക് എങ്ങനെയാണ്, ഞാൻ നേരത്തെ പറയാറുണ്ടല്ലോ, നിങ്ങൾ അതെങ്ങനെ മനസ്സിലാക്കിയോ അത് ഇതെന്നൊക്കെ അത് ഐഡന്റിഫൈ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ചിലർക്ക്, എല്ലാവർക്കും അല്ല, അപ്പൊ ചിലർക്ക് അത് എങ്ങനെയായിരിക്കുമെന്ന് റെക്കഗ്നൈസ് ചെയ്ത് എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി, അതുപോലെ തന്നെ ക്ലാസ്സസിന്റെ ഒരു കാര്യങ്ങളും എങ്ങനെ പോകണം, ഒരു കമ്മ്യൂണിക്കേറ്റീവ് വേ ഓഫ് ടീച്ചിങ് ആണ് നമുക്ക് ഇംഗ്ലീഷിൽ വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് പുള്ളിക്കാരി അതിൽ കുറച്ച് ഇമ്പ്രൂവ്ഡ് ആയെന്ന് ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നേരത്തെയുള്ള ക്ലാസ്സസിലും ഞാൻ ബാക്കിയുള്ള ക്ലാസ്സസിലും ഒക്കെ കയറി ചോദിച്ചു കഴിഞ്ഞപ്പോൾ നൗ ദേ ആർ ഫീലിംഗ് ഗുഡ്, അവർക്ക് കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. നമ്മള് ഇപ്പൊ എന്താ പറയാ, എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് തന്നെ അയ്യോ ഒരു കാര്യം നമ്മൾ ചെയ്തു, ആദ്യം തന്നെ ചെയ്തു, അപ്പൊ നമ്മളെ കൊണ്ട് അത് പറ്റില്ല, അതുകൊണ്ട് നമ്മളത് എടുത്ത് ഇനി നമ്മൾ ആ വഴിക്ക് നോക്കാതിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മള് നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നേരത്തെ ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞു, നമ്മുടെ വീടുകളിൽ എന്തോരം ആൾക്കാരുണ്ടല്ലേ, എന്തോരം മീൻസ് അതായത് നമ്മുടെ വീട്ടിലെ നമ്മളുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. ഓരോരുത്തർ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവര് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അതുങ്ങളൊക്കെ തോട്ടി കളയോ, നമ്മള് കളയോ? ഈവൻ നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ പറയണ അനുസരിച്ചില്ല, അല്ലെങ്കിൽ അവര് എന്താ പറയാ അതാണ്, അപ്പൊ അവരെ നമുക്ക് കളയാൻ പറ്റില്ല. സോ ദാറ്റ് നമ്മള് അങ്ങനെ ചില കറക്ഷൻസ് അവർക്ക് കൊടുക്കും അല്ലെ? കുട്ടികളൊക്കെ തെറ്റൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയല്ല എന്ന് വെച്ചാൽ അവർ ചെയ്യാതിരിക്കൊന്നുമില്ല, കാണാതെയൊക്കെ പിന്നെ ചെയ്യും. അത് ഒരുപാട് പ്രാവശ്യം നമ്മൾ തിരുത്തും. പിന്നെ അവർക്ക് ഒരു ഏജ് ആവണം അവര് അത് അവർക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോ ടീച്ചേഴ്സിനും അതുപോലെ പെട്ടെന്ന് ഈ പറഞ്ഞ ഒരു ഇതിലേക്ക് അവര് വന്നു കഴിഞ്ഞപ്പോ അവർക്ക് ചിലപ്പോ എല്ലാ കാര്യങ്ങളും എല്ലാവരും എല്ലാം കുറച്ച് പേർക്കൊക്കെ ചിലപ്പോ അത് ഫോളോ ചെയ്ത് വരാനായിട്ട് ആ ഒരു രീതിയിലേക്ക് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. കുറച്ച് ടൈം എന്ന് പറഞ്ഞാൽ അധികം ഒന്നും എടുത്തില്ലല്ലോ. പുള്ളിക്കാരി അപ്പൊ അത് കറക്റ്റ് ആയിട്ടൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. അപ്പൊ നിങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ടാവും കാര്യങ്ങള്. അതുപോലെ ഓക്കെ, അപ്പൊ ഞാനത് ഇംഗ്ലീഷിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചോദിച്ചതെടുത്ത്. അപ്പൊ പ്രശ്നമില്ല, ഇംഗ്ലീഷിന്റെ കാര്യം ഓക്കെ ആയി, ബാക്കി ക്ലാസ്സസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടല്ലോ അല്ലെ? യെസ് മാം, പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു പ്രശ്നമില്ലല്ലോ, എനിക്ക് എന്റെ ക്ലാസ് തുടങ്ങാലോ? Yes, ma'am. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഈ ഒരു ബോക്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? എവിടെ വരെ നമ്മൾ എടുത്തു ബോക്സിനകത്ത്? ഒഫ്താൽമോളജി എന്ന് പറയുന്നത് വരെ നമ്മൾ ആ ബോക്സിനകത്ത് ഔട്ട് പേഷ്യന്റ് സർവീസസ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളായിട്ടുള്ള കാഷ്വാലിറ്റി, കാർഡിയോളജി, ENT, geriatrics, gastroenterology, hematology, general surgery, obstetrics, hematology, pediatrics, neurology, oncology, ophthalmology ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് വാട്ട് അബൌട്ട് ദ നോട്ട്സ്? അതിന്റെ ഷോർട്ട് നോട്ട്സ് എഴുതിയായിരുന്നോ നമ്മള്? ഇല്ല മാം. ഓക്കെ, അതാണ് എനിക്ക് അറിയേണ്ടത്. ഷോർട്ട് നോട്ട്സ് നമ്മൾ എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഇതിന്റെ ഷോർട്ട് നോട്ട്സ് എഴുതിയിട്ട് നമ്മളുടെ എക്സ്പ്ലനേഷൻസിലേക്ക് പോകാം. അത് മതിയില്ലേ? അതാണ് നല്ലത്. കാരണം ഈ ഷോർട്ട് നോട്ട്സ് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഷോർട്ട് നോട്ടായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതാണെന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒറ്റ സെന്റൻസ് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ ഒരു ഷോർട്ട് നോട്ട്സ് എഴുതി വെക്കാം. വേഗം എഴുതിക്കോട്ടെ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് ഹെഡിങ് എഴുതാം.
മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റില് ഫസ്റ്റ് വൺ കാഷ്വാലിറ്റി എന്ന് എഴുതാം. കാഷ്വാലിറ്റി. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ കാഷ്വാലിറ്റി എഴുതാം. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. The department in which patients are brought into hospital by an ambulance in emergency situation. The department in which patients are brought into hospital by an ambulance in emergency situation. Clear ആണോ? ക്ലിയർ ആണെങ്കിൽ വേഗം പറയണേ. ഓക്കെ, സെക്കൻഡ് വൺ കാർഡിയോളജി. ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. ഡിപ്പാർട്ട്മെന്റ് dealing with the diseases or disorders of heart. Order the opposite disorder. Disorders of heart. 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 Dealing with the diseases or disorders of heart. Next, third one, dermatology. Cardiology area, department dealing with the diseases or disorders of heart. That's cardiology. Next one, dermatology, the branch of medical science, concerned with CONCERNED, concerned with, branch of medical science concerned with skin, hair, nails, 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 and cosmetic problems. Skin, hair, nails, and cosmetic problems. That's dermatology. Yes, next one, ear, nose, and throat. Hyphenated data. The department highly specialized for the diseases of ear, nose, and throat. കിട്ടിയല്ലോ? ENT, ear, nose, throat കിട്ടിയോ? Next one, geriatrics. Hyphenated data. പോയിന്റിന്റെ പേര് എഴുതാതെ വിടരുത് കേട്ടോ. ജെറിയാട്രിക്സ്, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് എഴുതാം. ജെറിയാട്രിക്സ് ആണ് അടുത്തത്.
medical specialty, dedicated to provide high patient care, to provide high quality, to provide high quality patient care. ഒരു arrow mark ഇടുക, പേഷ്യന്റിന് മുമ്പ് ഒരു arrow മുകളിലേക്ക് ഒരു arrow ഇടുക, അവിടെ quality ഇടുക. To provide high quality patient care for older adults, വയസ്സായവർക്ക്, older adults. ഇതൊക്കെ എന്താണെന്ന് വിശദമായിട്ടൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ട്. പക്ഷെങ്കിലും ഒറ്റ സെന്റൻസിൽ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒതുക്കാം, ഷോർട്ട് ആക്കി. അപ്പോഴാണ് നമുക്ക് പഠിക്കാനും എളുപ്പം. അതുകൊണ്ടാണ് അത് തരുന്നത്. കിട്ടിയോ? തെറ്റിച്ചില്ലല്ലോ? മെഡിക്കൽ സയൻസ്, medical specialty dedicated to provide high quality patient care to older adults. Next one, gastroenterology. Hyphenated data. The branch of medical science dealing with the diseases of stomach and intestines. Stomach, STOMACH, stomach and intestines. Gastroenterology കിട്ടിയില്ലേ? Branch of medical science dealing with the diseases of stomach and intestines. നമ്മുടെ ഉദര സംബന്ധമായ, അതുപോലെ തന്നെ കുടലുകൾ സംബന്ധമായ, ലാർജ് ഇൻറ്റസ്റ്റൈൻസ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ അതൊക്കെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് gastroenterology. Next one, general surgery. Hyphenated data. Surgical specialty that focus on the alimentary canal. പറഞ്ഞു ഒരു വലിയ ഒരു പൈപ്പ് ലൈക്ക് ഒരു ഇതാണ്, ഫ്രം ദ ത്രോട്ട് ടു അവർ ആനസ്. നമ്മുടെ തൊണ്ടയിൽ നിന്ന് സ്വരക്ക് നീണ്ടു കിടക്കുന്ന ഒരു ഇതാണ് അത്. എന്താ പറയാ, അതിലുണ്ടാകുന്ന സർജിക്കൽ ആയിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും അതിനൊക്കെയാണ് മെയിൻ ആണ് ഉദ്ദേശിച്ചത്. മാത്രമല്ല നമ്മുടെ അബ്ഡോമിനൽ കണ്ടന്റ്സ്, നമ്മുടെ വയറിനകത്തുള്ള പല കണ്ടന്റുകളും ഉണ്ടല്ലോ, അതിലുണ്ടാകുന്ന സർജിക്കൽ ട്രീറ്റ്മെന്റുകളാണ് ഇതിനകത്ത് ജനറൽ സർജറിയിൽ കൂടുതലായിട്ട് നടക്കുക. എലിമെന്ററി കനാൽ ആൻഡ് അബ്ഡോമിനൽ കണ്ടന്റ്സ്. Abdominal, ABDOMINAL, abdominal contents. Surgical specialty that focus on the alimentary canal and abdominal contents. Clear? Okay, next one, hematology. ഏതെങ്കിലും പോയിന്റ് വിട്ടിട്ടുണ്ടോ, വേർഡ്സ് വിട്ടിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ക്ലാസ്സിന് ശേഷം ബോത്ത് ഓഫ് ദ ക്ലാസ് ആണ് കേട്ടോ, 2 ക്ലാസ് കഴിയുമ്പോൾ ആരോടെങ്കിലും ഒന്ന് പറയാമോ, ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഒന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ടൈപ്പ് ചെയ്ത് തരും. ഓക്കെ, പേടിക്കൊന്നും വേണ്ട. അടുത്തത് ഹെമറ്റോളജി. branch of medicine concerned with concerned with the study of the cause, 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 കാരണം, cause, treatment,
treatment and prevention of diseases, study cause, diagnosis, treatments and prevention of diseases related to blood and blood components, blood components such as blood cells, comma, hemoglobin, comma, platelets, etc. Platelets, etc. blood cells, അതുപോലെ ബ്ലഡിന്റെ കമ്പോണൻസ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ, അതുപോലെ തന്നെ ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ്, അതിനെ കുറിച്ചൊക്കെ പഠനങ്ങളൊക്കെ നടത്തി അതിന്റെ കാരണങ്ങൾ കണ്ടെത്തി രോഗം എന്താണെന്ന് മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെന്റ് കൊടുത്ത് അത് പ്രിവെന്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത് ഹെമറ്റോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ, obstetrics. ഏതാ? The field of study concentrated on childbirth, pregnancy, and postpartum period. Postpartum, POSTPARTUM. Postpartum period, which just after the period of childbirth. കുട്ടി ജനിച്ചതിന് ശേഷം ഉണ്ടാകുന്ന തൊട്ടടുത്ത കുറച്ച് ദിവസങ്ങൾ. That's called postpartum period. അതിനെയാണ് നമ്മൾ 10-22 ദിവസം, 15-28 ഒക്കെ എനിക്ക് തോന്നുന്നു. ആ ദിവസങ്ങൾ വരെ 15 28 I'm not sure about it. കാരണം ആ ഒരു ദിവസങ്ങൾക്കുള്ളിലാണ് അമ്മയ്ക്കും കുട്ടിക്കും അങ്ങനെ എന്താ പറയാ ആയുരാരോഗ്യ ശുശ്രൂഷകൾ നൽകുന്നത്. അവരുടെ ശരീരത്തിന്റെ ഘടനകൾ മെയിൻറ്റെയിൻ ചെയ്യാനും കുട്ടിയുടെ ആയാലും ശരീരഘടനകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും. അത് പണ്ടൊക്കെ ഞാൻ പറഞ്ഞല്ലേ വ്യക്തമല്ലേ നിങ്ങൾക്കതൊക്കെ? പണ്ടൊക്കെ അതൊക്കെ ചെയ്യാനായിട്ട് വീടുകളിലൊക്കെ അമ്മാമ്മമാരൊക്കെയാണ് ചെയ്തിരുന്നത്. അതിനേക്കാളും മുൻപൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ ആളുകളെ നിർത്തുമായിരുന്നു വീടുകളിൽ, അല്ലെ? പക്ഷെ പിന്നീടൊക്കെ അങ്ങനെയുള്ള ആളുകളൊക്കെ കിട്ടാതെ ലഭ്യമാകാതെ ആയപ്പോ നമ്മുടെ തന്നെ വീടുകളിലുള്ള എന്താ പറയാ കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ, സ്വന്തം അമ്മമാരല്ല, അതിനേക്കാൾ കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അമ്മയുടെ അമ്മ, അച്ഛൻ്റെ അമ്മയൊക്കെ, അല്ലെ? അപ്പൊ അവരെ ആയിരിക്കും അത് ചെയ്യാം. ഇന്ന് അതിനൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ്സ്, പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് അവരുടെ ആ ഒരു ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള രീതിയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്തരം ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതിനൊക്കെയുള്ള ഒരു പാക്കേജ് പോലെ ഒബ്സ്റ്റെട്രിക്സ് ആണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ്. പീഡിയാട്രിക്സ്, നെക്സ്റ്റ് വൺ, പീഡിയാട്രിക്സ്. PA ഉണ്ട് കേട്ടാ. പീഡിയാട്രിക്സ് എന്ന് PEയിലല്ല തുടങ്ങാം, ഒരു A അവിടെ ഉണ്ട്, സൈലന്റ്. PAEDIATRICS, പീഡിയാട്രിക്സ്. ഹൈഫനേറ്റഡ് ചെയ്ത ഇൻവോൾവ് ഉൾപ്പെടുക എന്ന് പറഞ്ഞു. ഇൻവോൾവ്സ് മെഡിക്കൽ കെയർ for infants, INFANTS, ശിശുക്കൾ എന്നാണ് അർത്ഥം. ഇൻഫാന്റ് ജീസസ് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? അതെ, ശിശു എന്നാണ് അതിന്റെ അർത്ഥം. ഇൻഫാന്റ്സ്, children, young adults. That means those who are going to attain the age of adult. Adult ആകുന്നതിന് മുമ്പുള്ള ഒരു പ്രായം, അതാണ്. അതുകൊണ്ടാണ് അതിനെ യങ് അഡൽട്സ് എന്ന് വിളിക്കുന്നത്. യങ് അഡൽട്സ്. Involves medical care for infants, children and young adults. Next one, neurology. The branch of medicine dealing with diagnosis and treatments, the diagnosis and treatments
of all diseases involving the human nervous system. Involving the human nervous system. Human nervous system, which comprises, COMPRISES, which comprises of brain, spinal cord, etc. Brain, spinal cord, etc. Okay, അല്ലേ? കിട്ടിയോ? ന്യൂറോളജി കിട്ടിയോ? നോട്ട്. നെക്സ്റ്റ് വൺ അടുത്ത് പറയാൻ പോകുന്നേ ഓങ്കോളജി. റിപ്ലൈ ഇല്ലല്ലോ ആരുടെയും? ഇരിക്കുന്നവരാരും റിപ്ലൈ ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, എല്ലാവരും ഉറങ്ങണോ? നോട്ട് എഴുതി ഉറങ്ങിപ്പോയോ? ആ ശരി. ഓങ്കോളജി, നെക്സ്റ്റ് വൺ ഓങ്കോളജി. ഓക്കെ ഓക്കെ. ഓങ്കോളജി hyphenated ചെയ്ത branch of medicine that deals with the study, study, diagnosis പഠിക്കണം. കാരണം ഇത് ഏത് ടൈപ്പ് ഓഫ് ആണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അതിന്റെ പഠനങ്ങൾ നടത്തണം. ഡയഗ്നോസിസ്, രോഗനിവാരണം നടത്തണം. ട്രീറ്റ്മെന്റ്, diagnosis, treatment and prevention of all types of cancers. Prevention of all types of cancers. All types of cancers. Okay. Next one, ophthalmology. Ophthalmology, OPH. FOF അല്ല, OPH, THALMOLOGY. Ophthalmology. Hyphenated ചെയ്ത the branch of medicine concerned with the diagnosis and treatment of disorders of eye. Disorders of eye. അപ്പൊ നമ്മളുടെ പട്ടിയിലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ എന്താണെന്ന് നമ്മൾ കണ്ടു. അതിന്റെ ചെറിയ ചെറിയ എക്സ്പ്ലനേഷൻസ് നമ്മൾ എഴുതി വെച്ചു. സോ ദാറ്റ് ഇറ്റ് വിൽ മേക്ക് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. പെട്ടെന്ന് ഓരോ പ്രാവശ്യമൊക്കെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റും എന്ത് റിലേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏതാണ് ഈ പറയേണ്ടത്? The branch of medicine concerned with the diagnosis and treatment of disorders of eye. Disorders of eye. കണ്ണിന്റെ തകരാറുകൾക്കുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, അതാണ് ഒഫ്താൽമോളജി. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ടോപ്പിക്കുകളിലേക്ക് ഓരോ എന്താ പറയുക ഭാഗത്തേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് 2, അതായത് 2 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് 2 types of services according to their department. ഓരോ ഡിപ്പാർട്ട്മെന്റുകളും പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ 2 രീതിയിലുള്ള സേവനങ്ങളാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപേഷ്യന്റ് സർവീസസും, രണ്ടാമത്തേത് OP, അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ട് പേഷ്യന്റ് സർവീസസും. ഇനി വരുന്ന നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അവർ കൊടുക്കുന്ന സേവനങ്ങളുണ്ടല്ലോ, അതായത് ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പോകണം. നമ്മൾ സാധാരണ ഇപ്പൊ നമ്മൾ ഓരോ കുഞ്ഞു ഷോർട്ട് നോട്ട് പോലെ കേട്ടു. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റും പർട്ടിക്കുലർലി ഏതുമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഏത് തരം ഡിസീസ് ഡീൽ ചെയ്യുന്നതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. പക്ഷെ മോർ ദാൻ ദാറ്റ് സംതിങ്, അതായത് നമ്മൾ അറിഞ്ഞ അറിവുകൾ, ആ ഒരു കുഞ്ഞു കാര്യങ്ങളല്ലാതെ അതിന് പുറമെ എന്തൊക്കെയാണ് ഇനി അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് കേൾക്കുമ്പോൾ അതിൽ കൂടുതൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഈ ഇൻപേഷ്യന്റ് സർവീസസിനെ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇൻപേഷ്യന്റ് സർവീസസ് ആണല്ലോ ആദ്യം കൊടുത്തേക്കണത്. OP എന്താ പറയാ, പേഷ്യന്റ് റൂംസ്, പേഷ്യന്റ് വാർഡ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക്
പോയി അതെന്തി പറയാനെന്ന്. ബിക്കോസ് അത് നിങ്ങൾ സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇൻപേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപേഷ്യന്റ് സർവീസിലെ പേഷ്യന്റ് വാർഡും ഓപ്പറേഷൻ തിയേറ്റർ OT-യും അതുപോലെ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ICU, ലേബർ റൂം, മെറ്റേണിറ്റി വാർഡൊക്കെ അത് വേറെ ചാപ്റ്ററുകൾ ഉണ്ടെന്ന് തോന്നുന്നു പഠിക്കാനായിട്ട്. മിക്കതും ഉള്ളതുകൊണ്ട്, ഇല്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോ. അപ്പൊ അത്തരം കാര്യങ്ങൾ ഓരോ ചാപ്റ്റർ വൈസ് നിങ്ങൾ പഠിക്കുന്നതുകൊണ്ടാണ് അത് ഇവിടെ നമ്മൾ പറയാത്തത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റില് OP ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിൽ അവരുടെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് നമുക്ക് നോക്കാം മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ക്ലാസിഫിക്കേഷൻ ആണ് ഏത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അല്ലെ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന അതിന്റെ കീഴിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അറിയാം? സാധാരണ നമ്മൾ OP എന്ന് കേൾക്കുമ്പോൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ OP എന്നായിരിക്കും കേൾക്കുക. അല്ലെ, OP-യിൽ പോയിട്ട് ചീട്ടിടണം, OP-ന്റെ അടുത്തുണ്ട്, OP-യിൽ നിൽക്ക്, അങ്ങനെയൊക്കെ ആയിരിക്കും ആൾക്കാർ പറയുന്നത് കേൾക്കാം. അപ്പൊ നമ്മൾ സാധാരണ OP എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചീട്ടെഴുതുന്നു. OP-യിൽ പോയിട്ട് ചീട്ടെഴുതുക. ആൻഡ് വി ഹാവ് ടു വെയിറ്റ് ഫോർ ദ ഡോക്ടർ. അത് നമ്മളോട് ചോദിക്കുക ഡോക്ടറെ കാണണം. അപ്പൊ നമ്മൾ അതിന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ ഇതില് അതൊക്കെ അവരിങ്ങനെ എന്ത് ചെയ്യും, സേവ് ചെയ്ത് വെക്കുമല്ലോ. നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ സേവ് ചെയ്തിട്ട് നമ്മൾ ഏത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനാണ് വന്നേക്കുന്നത് എല്ലാ കാര്യവും നമ്മുടെ ഡീറ്റെയിൽസ് ഫുൾ അവിടെ എൻറ്റർ ചെയ്ത് വെക്കും. അപ്പൊ നമ്മളുടെ ഏത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം അതും അവർ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആൾക്ക് വേണ്ടിയിട്ട് ആളുടെ റൂമിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യും. അല്ലെ, ഡോക്ടർ നമ്മളുടെ ടേൺ വരുമ്പോൾ നമ്മളെ വിളിക്കും, നമ്മുടെ പേര് വിളിക്കുന്ന കേൾക്കുമ്പോൾ നമ്മൾ അകത്തേക്ക് കയറും, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുന്നു, ഡോക്ടേഴ്സ് മരുന്ന് കുറിക്കുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ ചെയ്യാൻ പറയുന്നു, ചിലപ്പോൾ നമ്മളോട് ഇന്നത് ഉപയോഗിക്കരുത്, ഇന്നത് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതെല്ലാം നിർദ്ദേശങ്ങളും അഡ്വൈസും മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നതും എല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. സോ ഇനി നമ്മളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറയും, ഫാർമസിയുടെ മുമ്പിൽ വെയിറ്റ് ചെയ്യാൻ പറയും. ബിക്കോസ് മരുന്നുകൾ കളക്ട് ചെയ്യേണ്ടത് നമുക്ക് ഫാർമസിയിൽ നിന്നാണ്. അവിടുത്തെ അത് കളക്ട് ചെയ്യുന്നു. ആഫ്റ്റർ പേയിങ് ദ ബില്ല് പേയ്മെന്റ് ചെയ്തതിന് ശേഷം വിൽ മൂവ് ഔട്ട് സൈഡ്, നമ്മൾ പുറത്തേക്ക് പോകുന്നു. ഇതൊക്കെയാണ് OP-യിൽ നടക്കുന്ന കാര്യങ്ങൾ. അല്ലെ, അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ഇതിനകത്ത് നടക്കുന്നത്? OP എന്ന് പറയുന്നത് ദിസ് ഡിപ്പാർട്ട്മെന്റ് ദ പീപ്പിൾ കം ടു ദ ഹോസ്പിറ്റൽ ഓൺലി ഫോർ കൺസൾട്ടേഷൻ ആൻഡ് നോട്ട് ഫോർ അഡ്മിഷൻ. OP-യിൽ വരുന്ന പേഷ്യൻസ് മിക്കവാറും എന്തുദ്ദേശത്തോടു കൂടിയാ വരിക, ഒരു കൺസൾട്ടേഷൻ എടുക്കണം, ഡോക്ടറിനെ കാണണം, ഡോക്ടറോട് വിവരം പറഞ്ഞ് മരുന്ന് വാങ്ങിക്കണം. ഓക്കെ, ഡോക്ടറിന്റെ അടുത്തൊന്നും തന്നെ മരുന്ന് കിട്ടില്ല, നമ്മൾ ഫാർമസിയിൽ നിന്ന് മരുന്ന് കളക്ട് ചെയ്ത് പോകണം. ഇത്രയും നമ്മുടെ ഉദ്ദേശമുള്ളൂ. എന്നാൽ ദാറ്റ് മീൻസ് നമുക്ക് ബിഫോർ ദ എൻഡ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഡേ, ആ ദിവസത്തിന്റെ അവസാനമാകുന്നതിന് മുമ്പ് വി ഹാവ് ടു ലീവ് ദ ഹോസ്പിറ്റൽ ബൗണ്ടറി. ആ ഹോസ്പിറ്റലിന്റെ ബൗണ്ടറി വിട്ട് പുറത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാം. ഏറ്റവും കൂടുതൽ നമുക്കറിയാം, നമ്മൾ പോകാൻ വലിയ കാര്യമായിട്ട് ആഗ്രഹിക്കുന്ന ബീച്ചിൽ പോണ പോലെയോ പാർക്കിൽ പോണ പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുറത്തേക്ക് ട്രിപ്പ് പോണ പോലെയോ ഒന്നും അല്ലല്ലോ. അല്ലെ, ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന സ്ഥലം നമ്മൾ അധികം പോകാൻ വലിയ കാര്യമായിട്ട് ആഗ്രഹിക്കാത്തൊരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ നമുക്ക് രോഗമായിട്ട് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. അല്ലെ, അതേസമയം വർഷത്തിൽ ഒരിക്കലും ട്രിപ്പ് പോകണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം എന്താ, പെട്ടെന്ന് ഡോക്ടറെ കാണുക, പെട്ടെന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാനൊന്നും അധികം സമയവും ഇല്ല. കാരണം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹമില്ല. ആസ് സൂൺ ആസ് പോസിബിൾ വി ഹാവ് ടു മൂവ് ഫ്രം ദർ. അല്ലെ, അവിടെ പുറത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ അവിടെ പോകുന്നു. നമ്മൾ അവിടെ പോകുന്നത് അഡ്മിഷൻ എടുക്കാനുള്ള ഓൺലി ഫോർ കൺസൾട്ടേഷൻ ആണ്. ആൻഡ് അപ്പൊ നമ്മൾ ചോദിക്കും, OP-യിൽ പോകുന്ന പേഷ്യൻസ് ഒന്നും തന്നെ അഡ്മിറ്റ് ആകപ്പെടുന്നില്ലേ എന്ന് ചിലപ്പോൾ സംശയപ്പെടും. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. സോ അക്കോർഡിംഗ് ടു ദ ഡിഗ്രി ഓഫ് അവർ ഡിസീസസിന്റെ ആ ഒരു ഗൗരവം, സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടാണ് ഡോക്ടേഴ്സ് വെദർ ദ പേഷ്യന്റ് ഹാവ് ടു ബി അഡ്മിറ്റഡ് ഓർ നോട്ട് എന്ന് ചിന്തിക്കുന്നത്. അല്ലെ, ഇപ്പൊ ഭയങ്കര വയ്യായികയാണ്, ഒരുപാട് ഭയങ്കര വയ്യായിക, അതായത് ഇപ്പൊ മരുന്ന് കൊടുത്ത് പുറത്തേക്കൊന്നും ഇറങ്ങി പോകാനുള്ള അവധി ഇല്ലാത്ത രീതിയിലുള്ള വയ്യായിക. പോയിക്കോ അവിടുന്ന് എന്ന് പറഞ്ഞു വിടില്ല. ഡോക്ടേഴ്സ് പറയും, ഇത് ഭയങ്കര ഇത്തിരി കൂടുതലാണല്ലോ ഈ അസുഖം, ഏത് അസുഖമായാലും അത് ഇത്തിരി കൂടുതലാണല്ലോ, സോ യു ഹാവ് ടു റെസ്റ്റ്, അല്ലെങ്കിൽ യു ഹാവ് ടു ബി അഡ്മിറ്റഡ് ഫോർ 2 days അല്ലെങ്കിൽ 3 days എന്ന് പറയും. നോക്കട്ടെ, കിടത്തി പരിശോധിക്കേണ്ടി വരും. കാരണം ആ ഭയങ്കരമായ സീരിയസ് ആയിട്ടുള്ള രോഗത്തെ എന്താ പറയാ, അത് ഒന്ന് ഒരു സ്റ്റേബിൾ ആക്കണം, അല്ലെങ്കിൽ അതൊന്ന് കുറച്ചു കൊടുക്കണം. കുറച്ച് നിന്നിട്ട് മര്യാദയ്ക്കൊന്നും മനുഷ്യർക്ക് നടത്താൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ പോകാം. അല്ലെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് കെയറിങ് കൂടുതൽ കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടി എന്ത് ചെയ്യണം, വീട്ടിൽ പോയി ചികിത്സിക്കാൻ പറ്റുമോ ഡോക്ടർക്ക്? ഇല്ല, അന്നേരം നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡേ തീരുന്നതിന് മുമ്പേ പുറത്തേക്ക് പോകാൻ എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ OP ഡിപ്പാർട്ട്മെന്റിൽ വരിക. അല്ലെ, അതിനെയാണ് വിളിക്കുക ഓൺലി ഫോർ കൺസൾട്ടേഷൻ ബട്ട് നോട്ട് ഫോർ അഡ്മിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പേഷ്യന്റ് സീക്സ് ദ അഡ്വൈസ് ഫ്രം ദ ഡോക്ടർ, ഫിസിഷ്യൻ, ഡോക്ടറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഫിസിഷ്യൻ ആണെങ്കിൽ അവരുടെ കയ്യിൽ നിന്നോ വി വിൽ റിസീവ് സം അഡ്വൈസ് ആൻഡ് ഓൾസോ വിത്ത് ദ മെഡിക്കേഷൻസ് ഓൾസോ വിൽ ബി ഗിവൺ ബൈ ദ ഡോക്ടേഴ്സ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില ഉപദേശങ്ങൾ തരും.
ഇപ്പൊ രോഗം വരുമ്പോ ഇങ്ങനെ ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും. കാരണം ഇപ്പൊ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഭയങ്കര അസുഖങ്ങളാണ്. പനി, ജലദോഷം, തൊണ്ടവേദന എന്നൊക്കെ ഇതൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇതൊക്കെ കുറെയൊക്കെ കമ്മ്യൂണിക്കേബിൾ ഡിസീസസുമാണ്. പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗം കൂടിയാണ്. അപ്പൊ ഡോക്ടേഴ്സ് ശ്രദ്ധിക്കണം. യു ഹാവ് ടു വെയർ ദ മാസ്ക് ബിക്കോസ് ഇന്ന് നമ്മളുടെ എന്താ പറയാ അറ്റ്മോസ്ഫിയർ ഒക്കെ കൂടുതൽ ഡിസീസസ് രോഗാണുക്കൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. സോ നിങ്ങൾ പറ്റുമെങ്കിൽ ഇതൊക്കെ ധരിക്കുക. മറ്റുള്ളവർക്ക് കൂടി സ്പ്രെഡ് ചെയ്യാതിരിക്കുന്ന വേണ്ടിയിട്ടും എങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് അഡ്വൈസ് തരും. പിന്നെ എന്താ പറയാ മെഡിക്കേഷൻസ് മരുന്ന് തരും, പിന്നെ എന്താ പറയാ സജഷൻസ് തരും. പിന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്യൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഫുഡ് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ പറയും. സോ ആഫ്റ്റർ ടേക്കിംഗ് ഓൾ ദീസ് അഡ്വൈസ് ആൻഡ് മെഡിക്കേഷൻസ് വി ഹാവ് ടു കണ്ടിന്യൂ ദാറ്റ് മെഡിസിൻ ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. അല്ലെ, ആ മരുന്നുകൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിട്ടുള്ള അത്രയും ദിവസത്തേക്ക് 2-3 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ ഒക്കെ കഴിക്കാൻ പറയുന്നു. അത് നമ്മൾ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുപോയി ആ പറയുന്ന നേരത്തിനനുസരിച്ച് കഴിക്കുന്നു. അല്ലാണ്ട് തോന്നിയ പോലെ കഴിച്ചിട്ട് കാര്യമില്ല. അല്ലെ, നമ്മൾക്ക് ലേബല് ഇത് കവറിലാക്കി തരില്ലേ മരുന്നും ഗുളികയൊക്കെ എഴുതി ലേബലില് ഒക്കെ എഴുതിയിട്ട് ഇത്ര നേരം ഒന്ന് തുടങ്ങി രാവിലെ ഉച്ചക്ക് വൈകുന്നേരം കഴിക്കണം, കാലത്തും വൈകുന്നേരം കഴിച്ചാൽ മതി, ഉച്ചയ്ക്ക് വേണ്ട, രാത്രി മാത്രം കഴിക്കുന്നതാകാം, പ്രിസ്ക്രൈബ് ചെയ്ത് അവരെ ലേബൽ ചെയ്തിട്ടായിരിക്കും മെഡിസിൻസ് നമുക്ക് തന്നത്. ഇതെല്ലാം കൂടി കൊണ്ട് എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എല്ലാം കൂടി പൊട്ടിച്ചിട്ട് ആരെങ്കിലും വാരിക്കൂട്ടി കഴിക്കാറുണ്ടോ? നിങ്ങൾ അവിടെ ഉണ്ടോന്ന് അറിയാൻ കേട്ടോ, ഇടയ്ക്ക് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിക്കണേ. ഉണ്ടില്ല എന്ന് പറയരുത് പ്ലീസ്. ഉണ്ടോ എല്ലാവരും? അവിടെ ഉണ്ടോന്ന്? ശരി. നമ്മൾ അങ്ങനെ വാരിക്കൂട്ടി മരുന്നുകൾ കഴിക്കാറില്ല. ആ പ്രിസ്ക്രൈബ്ഡ് മാനറിലാണ് നമ്മൾ അതിനെ കഴിക്കുക. ആൻഡ് സംടൈംസ് ദി ഡോക്ടേഴ്സ് മേ ആസ്ക് us to come for a follow up after a particular course of that medicine. നമുക്ക് തന്നിരിക്കുന്ന മെഡിസിൻ ആ കോഴ്സ് തീരുമ്പോ ചിലപ്പോൾ നമ്മളോട് ഒരു ഫോളോ അപ്പിന് വേണ്ടിയിട്ട് വരാനായിട്ട് ഡോക്ടേഴ്സ് ആവശ്യപ്പെടും. അത് പറയുമ്പോൾ അത് ചെയ്യണം. നമ്മളോട് പറയില്ലേ, മരുന്ന് കഴിച്ചിട്ട് എന്താ പറയാ വന്നിട്ട് വിവരം പറയാ. അത് കൂടിയാല് അല്ലെങ്കിൽ കുറഞ്ഞാലാണെങ്കിലും വിവരം വന്ന് പറയാ. തീരെ ഇല്ല, പ്രശ്നമൊന്നുമില്ല, ഫുള്ളി ഹെൽത്തി ആണ്, ഓക്കെ ആണെങ്കിൽ വരേണ്ട ആവശ്യമില്ല എന്നും ചിലപ്പോൾ ചില സമയത്ത് ഡോക്ടേഴ്സ് പറയാറുണ്ട്. ബിക്കോസ് അവർ കൊടുത്തിരിക്കുന്ന മരുന്നിൽ അവർ കോൺഫിഡന്റ് ആണ്. ആ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ്ലി അവർ ഹെൽത്തി ആകുമെന്നുള്ള ഉദ്ദേശം അവർക്കുണ്ട്, ഡോക്ടേഴ്സിനുണ്ട്. പക്ഷെ ചില എല്ലാ രോഗങ്ങളും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ചില രോഗങ്ങൾക്കുള്ള ലക്ഷണങ്ങൾ മാത്രമായിരിക്കും. ചില പനിയൊക്കെ വന്നിട്ട് മാറുന്നില്ല, ഗുളിക കഴിക്കുന്നു, ആ നേരത്തേക്ക് ടെമ്പറേച്ചർ ഡൗൺ ആവും, പക്ഷെ അഗൈൻ വീണ്ടും അത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് ശരിക്കും പനി മാത്രമല്ല മറ്റേതെങ്കിലും രോഗങ്ങളുടെ ലക്ഷണമായിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ് അതിനു വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് പറയുന്നത് കുറഞ്ഞില്ലെങ്കിലും ഒന്ന് വന്ന് വിവരം പറയണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു രീതിയിലൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ എന്താ വിവരം പറയില്ല, പിന്നെ നമ്മൾ ഇത് അവിടെ പോയിട്ട് ശരിയായില്ല, ആ ഡോക്ടർ കൊള്ളില്ല, പുള്ളിക്ക് അറിയില്ല എന്താണെന്ന്, അത് അടുത്ത് നമ്മൾ വേറെ മാറ്റി പിടിക്കും, വേറെ ഹോസ്പിറ്റലിലോ അത് കഴിച്ചിട്ട് മാറുന്നില്ല എന്നിട്ട് പറഞ്ഞ് നമ്മൾ വേറെ സ്ഥലത്ത് പോകും. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഒരു സ്ഥലത്ത് പോയി മരുന്ന് തന്നിട്ട് മാറിയില്ലെങ്കിൽ ശരിയാക്കിയിട്ട് ഡോക്ടർ പോയാൽ മതി എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും അവിടെ തന്നെയാണ് നമ്മൾ പോകേണ്ടത്. സോ ദാറ്റ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അവർക്ക് മനസ്സിലാകും. അപ്പൊ അവര് വേറെ രീതിയിൽ അപ്പോഴായിരിക്കും ചിലപ്പോൾ ചോദിക്കുക, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വല്ല ടെസ്റ്റുകളൊക്കെ നടത്താൻ പറയാം. യൂറിൻ ഇൻഫെക്ഷൻ്റെ കൊണ്ടാണോ പരിമാറാത്തത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ, അപ്പൊ അവര് വല്ല ടെസ്റ്റിന് നമ്മളോട് നിർദ്ദേശിക്കും. സോ നമ്മൾ ആ ടെസ്റ്റ് ചെയ്യും. അല്ലാതെ അടുത്ത ഹോസ്പിറ്റലിൽ പോകും. അപ്പൊ അവര് വിചാരിക്കും ഇപ്പൊ വരുന്ന സാധാരണയുള്ള പനിയാണ്. ബിക്കോസ് അതിന് മുമ്പേ നേരത്തെ പനി വന്നതോ ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും, ചിലപ്പോൾ പറയില്ല. ചിലര് പറയില്ല. കാരണം എന്താ പറയുക, നേരത്തെ നമ്മൾ വേറെ ആശുപത്രിയിലാണ് പോയെ, ഈ അടുത്ത ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോ അവിടെ പോയിട്ട് പട്ടങ്ങിട്ടാണ് നിങ്ങൾ എന്നൊക്കെ വരണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പറയില്ല, മിണ്ടില്ല. പനി ഡോക്ടർ 2-3 ദിവസമായി കുറച്ച് മരുന്നൊക്കെ ഗുളികയൊക്കെ കഴിച്ചു, സ്വന്തമായിട്ട് നമ്മളൊക്കെ തന്നെ ഡോക്ടറായിട്ട് കുറച്ച് ഗുളിക മരുന്ന് കഴിച്ചു, പക്ഷെ കുറവില്ല, അതുകൊണ്ട് വന്നേ. അപ്പൊ വേറെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു, അവിടെ ഇന്ന മരുന്നൊക്കെ തന്നു എന്ന് പറയാൻ ചില ആളുകൾ ധൈര്യപ്പെടില്ല. അപ്പൊ അവര് വിചാരിക്കും അവിടെ കിട്ടാനായിട്ട് അല്ലെങ്കിൽ അവിടെ നല്ല ഒരു ട്രീറ്റ്മെന്റ് കിട്ടാനായിട്ട് ഇവിടെ വന്നേന്നുള്ള രീതിയിൽ. അങ്ങനെയല്ല, അവര് എല്ലാവരും ഒരേ രീതിയിൽ പഠിച്ചൊക്കെയാണല്ലോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. സോ അവര് തരുന്ന മെഡിസിൻസ് കഴിച്ചിട്ട് അവർ പറഞ്ഞ രീതിയിൽ മാറിയില്ലെങ്കിൽ വന്ന് വിവരം പറയും. സോ ദാറ്റ് അവർ ഫർദർ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ നടത്തി അവരുടെ ട്രീറ്റ്മെന്റ് കുറച്ചുകൂടി മാറ്റി പിടിക്കണമെന്ന് അവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഫോളോ അപ്പിന് വേണ്ടി വരാൻ ആവശ്യപ്പെടുന്നു. പേഷ്യൻസ് ട്രീറ്റ്മെന്റ് വിതിൻ ദ ഹോസ്പിറ്റൽ ബൗണ്ടറീസ് ലാസ്റ്റ് ഓൺലി ഫോർ എ ഡേ. നമ്മൾ എന്ന് വെച്ചാൽ എന്താ അർത്ഥം, അതായത് പേഷ്യന്റിന്റെ ആ ഹോസ്പിറ്റൽ ബൗണ്ടറിക്കകത്തുള്ള ആ ഒരു എന്താ പറയാ ആവശ്യം, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനകത്ത് അവര് പോകുന്നതും അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പുറത്തേക്ക് ഒറ്റ ദിവസം കൊണ്ടാണ്. ഒരു ദിവസത്തിൽ കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു ദിവസത്തിൽ കൂടുതൽ സ്പെൻഡ് ചെയ്താൽ അതിന്റെ അർത്ഥം എന്താ, ഇൻപേഷ്യന്റ് ആയെന്നാണ്.
ഓക്കെ, പേഷ്യന്റ് എന്ന രീതിയിൽ ചെന്നാലത്തെ കാര്യമുണ്ടോ പറഞ്ഞേ, അല്ലെങ്കിൽ ഏതെങ്കിലും പേഷ്യന്റിനെ കാണാൻ ചെന്ന കാര്യമോ, അല്ലെങ്കിൽ അവർക്ക് ഇന്നൊരു ദിവസം രാത്രി കൂട്ടി കിടക്കാൻ പറഞ്ഞു, അപ്പൊ നമ്മൾ ഇൻപേഷ്യന്റ് ആണോ? അല്ല, തീർച്ചയായിട്ടും അവിടെ കിടക്കുന്ന പേഷ്യൻസിനെ സംബന്ധിക്കുന്ന പറയുന്നത്. അപ്പൊ ആ ബൗണ്ടറീസ് വിട്ട് നമ്മൾ ഒരു ദിവസത്തിനുള്ളിൽ പോരുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് ഔട്ട് പേഷ്യൻസ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. ഒറ്റ ദിവസം അതിൽ കുറവ് 24 hours താഴെ, 24 hours എബവ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഡേ, അതൊരു ദിവസത്തിൽ കൂടുതലാകും. അങ്ങനെ വരുമ്പോൾ ഇൻപേഷ്യന്റ് ആകും. ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് കിടക്കട്ടെ, നോക്കട്ടെ എന്താണ് അസുഖം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, സോ ഒരു ടെസ്റ്റ് ഉണ്ട്, അതൊക്കെ ചെയ്തിട്ട് അടുത്ത ദിവസം പോകാം എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് അഡ്മിഷൻ ആണ്. Okay, outpatient department also it runs only for a specific time in a day. ഒരു ദിവസത്തിലെ ഈ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നതേ ഒരു പ്രത്യേക സമയത്തിനുള്ളിലാണ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ കാലത്ത് 9 മണി മുതൽ 2 മണി വരെയാകാം, 10 മണി മുതൽ 4 മണി വരെയാകാം, അല്ലെങ്കിൽ 3 മണി വരെയാകാം. ഒപിക്ക് ഒരു പ്രത്യേക ടൈം ഡ്യൂറേഷൻ ഉണ്ട്. ആ ടൈമിനുള്ളിൽ മാത്രമേ അത് ഓപ്പൺ ആവുകയും ആ സമയം കഴിഞ്ഞ് അത് ക്ലോസ് ആവുകയും ചെയ്യും. അതിനുശേഷം ഒപി പ്രവർത്തിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒപി പ്രവർത്തിച്ചാൽ പിന്നെ നമുക്ക് രോഗം വരാൻ പാടില്ല. ഒപി പ്രവർത്തിച്ചില്ലെങ്കിൽ അയ്യോ ഒപി ക്ലോസ് ചെയ്തല്ലോ, ഒപിയുടെ സമയം കഴിഞ്ഞു, അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നു, ഒപി അടച്ചുപോയി, ഇനി എന്ത് ചെയ്യണം? നാളെ ഒപി തുറക്കട്ടെ, എന്നിട്ട് ആശുപത്രി പോയാൽ മതിയോ? ചില അസുഖങ്ങൾക്ക് നമുക്ക് അങ്ങനെ പിടിച്ചൊക്കെ നിൽക്കും അല്ലെ. സ്ത്രീകളൊക്കെ പിന്നെ ഒരു പരിധി വരെ അങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കും അല്ലെ. വിമനൊക്കെ നമ്മൾക്ക് അങ്ങനെ പിടിച്ചു പോകും. ഇപ്പൊ ഇന്നത്തെ ആശുപത്രി സമയം കഴിഞ്ഞു നോക്കട്ടെ, ഒരു ഗുളിയും കൂടി ഉണ്ട്, അതൊക്കെ എടുത്ത് അവിടെ നിന്നൊക്കെ എടുത്ത് കഴിച്ചിട്ട് നാളെ മാറിയില്ലെങ്കിൽ നാളെ പോയി കാണാം, അപ്പോഴേക്കും ചിലപ്പോൾ കുറഞ്ഞാലോ ഒരു എന്താ പറയാ കൺസൾട്ടേഷൻ ഫീ ഒഴിവാക്കി കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ എമർജൻസി സിറ്റുവേഷൻസിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ ആ രോഗത്തെ? ഇല്ല. സോ നമ്മൾ എവിടെ പോകും? യെസ്, എവിടെ പോകണം? കാഷ്വാലിറ്റിയിൽ. അപ്പോഴാണ് നമുക്ക് കാഷ്വാലിറ്റിയെ അഭയം തേടാം. പെട്ടെന്ന് ഉണ്ടാകുന്ന ഇതുപോലെയുള്ള അസുഖങ്ങൾക്ക് നമുക്ക് വേഗം പോയിട്ട് കാഷ്വാലിറ്റിയിൽ പറഞ്ഞ് അവിടെ ഒരു ചീട്ട് എഴുതിച്ചിട്ട് വേഗം അവിടെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റും. അപ്പൊ ഒ പി ഡോക്ടർമാര് ഉണ്ടാവില്ല. അപ്പൊ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ് ആരായിരിക്കും അറിയോ? കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ കൺസൾട്ടേഷൻ ഡോക്ടേഴ്സിന്റെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവിടെ ഒ പിയില് ആ കാഷ്വാലിറ്റിയില് ഏതെങ്കിലുമൊക്കെ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. നമുക്ക് പെട്ടെന്നുള്ള ആശ്വാസത്തിന്, പെട്ടെന്ന് ഇതുപോലെയുള്ള എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെ കാണിക്കുകയും, ഇപ്പൊ കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിലാണ് അത് നമ്മൾ കൂടുതലും. കുട്ടികൾക്കൊക്കെ ഇതുപോലുള്ള പെട്ടെന്ന് അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവര് കുഞ്ഞു കൊച്ചുങ്ങളൊക്കെ കരയുമ്പോ എന്തുകൊണ്ടാ കരയുന്നത് നമുക്ക് ചിലപ്പോ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഇതുങ്ങൾ പറയാൻ പറ്റിയാലല്ലേ ഇതുങ്ങൾക്ക് ഇത് ഇന്നത് അസ്വസ്ഥത എന്ന് അവർ പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാം. അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് തന്നെ ഒരു ചെറിയ ചെറിയ മരുന്നുകളൊക്കെ വീടുകളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ ചിലവര് അല്ലെ. വയറുവേദന എന്ന് പറയുമ്പോൾ അത് പറയാറാകണം. പക്ഷെ ബിഫോർ ദാറ്റ്, അതിനു മുമ്പ് ഈ കുഞ്ഞു കൊച്ചുകളൊക്കെ ഉള്ള വീടുകളിലൊക്കെ മിക്കപ്പോഴും രാത്രിയിലോ അല്ലെങ്കിൽ വൈകുന്നേരം സന്ധ്യയൊക്കെ ആകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിക്കും. അപ്പൊ പെട്ടെന്ന് നമ്മൾ ഭയങ്കര ടെൻഷനാകും. അപ്പൊ നമ്മൾ വേഗം വാരി കൂട്ടിയിട്ട് പോകും. അപ്പോഴേക്കും ഒപ്പിയൊക്കെ അടച്ചിട്ടുണ്ടാവും. ബിക്കോസ് ആ സമയം കഴിഞ്ഞു. നമ്മൾ കാണിക്കുന്നത് കാഷ്വാലിറ്റിയിലാണ്. അവിടെയുള്ള ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നു, പോരുന്നു. ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുക. കൺസൾട്ടേഷന് വേണ്ടിയിട്ടാണ് പേഷ്യൻസ് കമ്മിങ് ടു ദ ഹോസ്പിറ്റൽ, നോട്ട് ഫോർ അഡ്മിഷൻ. അഡ്മിഷന് വേണ്ടിയല്ല എന്ന് ഓർക്കുക. ആൻഡ് പേഷ്യന്റ് സീക്ക് അഡ്വൈസ് എന്ന് പറയുന്നു. എന്താണ് ഒരു അഡ്വൈസ്? പേഷ്യൻസിന് എന്താണോ വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഡോക്ടേഴ്സ് അതനുസരിച്ച് അവരെ കൺസൾട്ട് ചെയ്തതിനു ശേഷം അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അഡ്വൈസ് ഒക്കെ കൊടുക്കുന്നു. ഒപ്പം മരുന്ന് കൊടുത്ത് വിടുന്നു. ആൻഡ് ആ ഒരു മരുന്ന് കൊണ്ടുപോകുന്നത് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം വരെ അത് കഴിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. സോ വി ഹാവ് ടു ഡു ദാറ്റ്. അത് കഴിക്കണം. ആ പറയുന്ന സമയത്തിന് കഴിക്കണം. ഒരു ദിവസം കഴിച്ചു, അസുഖം മാറി, ഇപ്പൊ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കാൻ പറ്റുമോ? ഇല്ല. ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ വി ഹാവ് ടു ഫോളോ ഇറ്റ്. അത് കഴിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയോ? ആ പോയ അസുഖം തൽക്കാലത്തേക്കൊന്നും മാറിയുന്നുണ്ടോ, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വീണ്ടും നമ്മളത് ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ അതില്ലാതിരിക്കാൻ ആ പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിക്കുക. നമ്മളൊക്കെ അങ്ങനെയാണ് എല്ലാവരും. പറയാനൊക്കെ ഈ നാക്കുകൊണ്ട് പറയും നമ്മളും, പക്ഷെ നമ്മളും അങ്ങനെ തന്നെയാണ്. എങ്ങനെ? ഒരു മരുന്ന് ഡോക്ടേഴ്സ് തന്ന് എന്തെങ്കിലും അസുഖത്തിന് തന്ന് നമ്മൾ എന്ത് ചെയ്യും? 1, 2, 3 പ്രാവശ്യം കഴിച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ ആയി, ഇനി കഴിക്കണ്ട എന്ന് വെച്ചാൽ അത് ചുറ്റും കൂടി അവിടെ വെക്കും. മീൻസ് അതിന്റെ ബാക്കി ഭാഗം പൈസയും കൊടുത്തൊക്കെ വാങ്ങിച്ച സാധനം അവിടെ ബാക്കി വെക്കും. അപ്പൊ അത് നല്ല രീതിയല്ല ശരിക്കും പറഞ്ഞാൽ. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ രോഗം കംപ്ലീറ്റ്ലി നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് പിന്നെ മാത്രമല്ല, പേഷ്യൻസ് ഹാവ് ടു കം ഫോർ എ ഫോളോ അപ്പ് ഇഫ് ദ ഡോക്ടേഴ്സ് ആർ ആസ്കിങ്.
ഡോക്ടേഴ്സ് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് വിവരം പറയാൻ പറഞ്ഞ അതിന് വരണം. ട്രീറ്റ്മെന്റ് വിതിൻ ദ ബൗണ്ടറീസ് ഓഫ് ദ ഹോസ്പിറ്റൽ ലാസ്റ്റ് ഓൺലി ഫോർ എ ഡേ. ഒറ്റ ദിവസത്തെ ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രമാണ് നമ്മൾ OP-യിൽ ഡോക്ടേഴ്സ് കാണാനായിട്ട് പേഷ്യൻസ് വരുന്നത്. കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആയിരിക്കും അറ്റ് ദാറ്റ് ടൈം ഹാൻഡിലിംഗ് ദ OP വിഭാഗം അന്നേരം ഹാൻഡിൽ ചെയ്യുന്നത് കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആയിരിക്കും. OP വിൽ ബി വർക്കിംഗ് ഓൺലി ഫോർ എ സ്പെസിഫിക് ടൈം പീരീഡ്. ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ മാത്രമേ OP പ്രവർത്തിക്കുള്ളൂ. ഒരു പ്രത്യേക ടൈം പീരീഡ് ഉണ്ട്, സ്പെസിഫിക് ടൈം പീരീഡ് ഉണ്ട്, ഓരോ ദിവസത്തിലുണ്ട് കേട്ടോ. ചില ഹോസ്പിറ്റൽസിൽ 8 മണി മുതൽ 1 മണി വരെ ആകാം, ചിലടത്ത് 9 മണി മുതൽ 2 മണി വരെ ആകാം, ചിലടത്ത് 10 to 3 ആകാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹോസ്പിറ്റലിനെ ആശ്രയിച്ചിരിക്കും. അതിന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു രീതിയില്ല. അവരുടെ ഓരോ ഹോസ്പിറ്റൽസിനും അവരുടേതായ എന്താ പറയാ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് കേട്ടോ. കസ്റ്റമൈസ്ഡ് എന്ന് പറയുന്നത് അവർ തന്നെ ഉണ്ടാക്കിയെടുക്കിയ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിക്ക് അനുസരിച്ചായിരിക്കും OP. ഒരു ഹോസ്പിറ്റലിൽ OP വിഭാഗം എപ്പോൾ പ്രവർത്തിക്കുന്നു അത് അതിന്റെ ഓപ്പണിംഗ് ടൈമും ക്ലോസിംഗ് ടൈമും പോലെ ആവണമെന്നില്ല മറ്റൊരു ഹോസ്പിറ്റൽസിലെ. ദാറ്റ്സ് ഓൾ. ഇതാണ് OP ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? OP ഡിപ്പാർട്ട്മെന്റ് എന്താന്ന് ഒരു 3-4 സെന്റൻസേ പറഞ്ഞിട്ടുള്ളൂ. ഈ 3-5 സെന്റൻസിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും വലിയ കാര്യങ്ങളൊന്നും അതിനകത്ത് ഉണ്ടെന്ന്. കൺസൾട്ടേഷന് വേണ്ടി പോകുന്നു, അഡ്മിഷന് വേണ്ടിയിട്ടല്ല. പേഷ്യൻസ് ഡോക്ടേഴ്സ് അഡ്വൈസ് സ്വീകരിക്കുന്നു ആൻഡ് ദേ ആർ ടേക്കിംഗ് ദ മെഡിക്കേഷൻസ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. കൊടുക്കുന്ന മരുന്നുകൾ ആ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് അവർ കഴിക്കുന്നു. Then if they are asked to come for a follow up, the patients have to do it. അതിന് ഫോളോ അപ്പിന് വേണ്ടി വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോകുന്നു. പിന്നെ ട്രീറ്റ്മെന്റ് വിതിൻ ദ ബൗണ്ടറീസ് ഓഫ് ദ ഹോസ്പിറ്റൽ ലാസ്റ്റ് ഫോർ ഓൺലി എ ഡേ. ഒറ്റ ദിവസത്തിനുള്ളിൽ എൻഡ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഒരു പേഷ്യന്റ് OP വിഭാഗത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യുന്നത് സ്പെസിഫിക് ടൈം ഡ്യൂറിംഗ് ദ ഡേ. ഒരു ദിവസത്തിലെ ഒരു സ്പെസിഫിക് ടൈം പീരീഡിലാണ് OP പ്രവർത്തിക്കുന്നത്. കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആയിരിക്കും വിൽ ഹാൻഡിലിംഗ് ദ OP ഡിപ്പാർട്ട്മെന്റ്. ഇത്രയുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളുള്ളൂ. ബാക്കി പറഞ്ഞതൊക്കെ ഞാൻ വെറുതെ കയ്യിൽ കുറെ കാര്യങ്ങൾ വലിച്ചു നീട്ടി പറഞ്ഞതാ. ഗോട്ട് ഇറ്റ്? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ്. അപ്പൊ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയാലോ? ബുദ്ധിമുട്ടുണ്ടാവും? OP ഡിപ്പാർട്ട്മെന്റ് കേട്ടിട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റാത്തതുണ്ടോ അതിനകത്ത്? ഇല്ലല്ലോ. ഓക്കെ, സിമ്പിൾ അല്ലേ? അത് ഇതേക്കണം. അത്രയും മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. അതിന്റെ അപ്പുറം ഒന്നുമില്ല. അത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അത് സിമ്പിൾ ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഏതാ? OP-യിൽ നമുക്ക് പോകേണ്ട സമയം കഴിഞ്ഞാൽ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം? കാഷ്വാലിറ്റി ആണ് അല്ലെ? കാഷ്വാലിറ്റി എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, എന്താണ് കാഷ്വാലിറ്റി? നമ്മൾ എന്താ പറഞ്ഞത്? കാഷ്വാലിറ്റിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ ഷോർട്ട് കട്ടാക്കി നമ്മൾ പറഞ്ഞല്ലോ. The department in which patients are brought into the hospital by an ambulance. അല്ലെ? In emergency situation. എമർജൻസി സിറ്റുവേഷൻസില് പേഷ്യൻസിനെ ആംബുലൻസ് പോലെയുള്ള വാഹനങ്ങളിൽ കൊണ്ടുവരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാഷ്വാലിറ്റി. ആൻഡ് ഇറ്റ് ഹാവ് മെനി അതർ നെയിംസ്. അതിന് വേറെ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. കാഷ്വാലിറ്റിയുടെ മറ്റൊരു പേരുകളാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ആൻഡ് ഓൾസോ A and E ഡിപ്പാർട്ട്മെന്റ്. ഏതൊക്കെയാണ്? കാഷ്വാലിറ്റി, എമർജൻസി, ആക്സിഡന്റ് ആൻഡ് എമർജൻസി, A and E ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, എന്തൊക്കെയാണ്? കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ആൻഡ് A and E ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെ 4 പേരുകളുണ്ട്. ആ പേരുകൾ നമ്മൾ ക്ലാസ് ആകേണ്ട എന്തായാലും പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നതാ. എന്തൊക്കെ പേരുകളിലാണ് കാഷ്വാലിറ്റി അറിയപ്പെടുന്നത്? അപ്പൊ കുറെ ഓപ്ഷൻസ് വരും. ഇതിനകത്ത് പെടാത്തതുണ്ടോ അല്ലെങ്കിൽ പെട്ടതുണ്ടോ? എല്ലാ പേരും ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കുക. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നുണ്ട്, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്നുണ്ട്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നുണ്ട്, A and E. ആ ആക്സിഡന്റ് ആൻഡ് എമർജൻസിയുടെ ഷോർട്ട് ആക്കിയതാണ് കേട്ടോ A and E ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഇവിടെ the patients are brought into the hospital by ambulance. ഇവിടെ എങ്ങനെയാ പേഷ്യൻസിനെ കൊണ്ടുവരുന്നത്? ആംബുലൻസിലായിരിക്കും കൊണ്ടുവരാ. ഇൻ എമർജൻസി സിറ്റുവേഷൻ such as heart attacks,
പിന്നെന്താ പോയിസണസ് സിറ്റുവേഷൻസ്, പിന്നെന്താ പിന്നെ നമ്മുടെ ഹാർട്ട് അറ്റാക്സ്. ഓക്കെ, ഇത്തരം എമർജൻസി ഇതൊക്കെയാണ് മിക്കവാറും എമർജൻസി ആയിട്ട് വരാം. വലിയ ആക്സിഡന്റ് നടന്നിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഹാർട്ട് അറ്റാക്കിന്റെ ഒരു ലക്ഷണങ്ങൾ ഉള്ള പേഷ്യൻസിനെയോ അല്ലെങ്കിൽ പോയിസണസ് ആയിട്ടുള്ള എന്തെങ്കിലും എന്താ പറയാ സ്റ്റക്ക് ചെയ്തതിന്റെ ഫലമായിട്ട് ജന്തുക്കളൊക്കെ കടിച്ചതോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ എമർജൻസി ആണ്. ദാറ്റ് മീൻസ് ആസ് സൂൺ ആസ് പോസിബിൾ ദേ ഹാവ് ടു ബി ഗിവൺ ട്രീറ്റ്മെന്റ്. അവർക്ക് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട പേഷ്യൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ളവരെ കൊണ്ടുവരേണ്ട ഒരു ഇടമാണ് നമ്മളുടെ ഈ പറയുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. And the patients who are brought in this department are assessed according to the degree of their injury, and immediate treatment will be given. And then afterwards they will be transferred or shifted to specialized departments for further treatments. ഇവിടെ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ അവരുടെ ഡിഗ്രി ഓഫ് ഇഞ്ചുറി അനുസരിച്ച് എത്രത്തോളം ആഴമുള്ള ഗൗരവമുള്ള എന്താ പറയാ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കട്ടെ എന്ന് വെച്ചാൽ എത്രയോ ഗൗരവമുള്ള ഒരു ഇൻസിഡന്റുമായിട്ടാണ് ആ പേഷ്യന്റ് വന്നേക്കണേ എന്ന് നോക്കി അവർക്ക് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഒരു മിനിറ്റോ സെക്കൻഡോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡോ വൈകാൻ പാടില്ല. അത്രയും പെട്ടെന്ന് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് ദേ വിൽ ബി ഷിഫ്റ്റഡ് ടു ദ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ്. അതിനുശേഷം അവിടെ ഇങ്ങോട്ട് വിടും. ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട രോഗമാണോ ആൾക്ക് വന്നേക്കണേ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പൊ ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് വന്നേക്കണേ, പെട്ടെന്ന് ആദ്യം തന്നെ ഒരു ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അവിടെ കൊടുക്കും. ഹാർട്ട് അറ്റാക്സ് വരുന്ന പേഷ്യൻസിന് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ അത് അവിടെ പ്രൊവൈഡ് ചെയ്യും, കാഷ്വാലിറ്റിയിൽ വെച്ച് പ്രൊവൈഡ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് അതിനിട്ട് എന്ത് ചെയ്യുന്നു, ആളെ കാർഡിയോളജി, കാരണം ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഏതാ, കാർഡിയോളജിയാണ്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതല്ലേ. അപ്പൊ കാർഡിയോളജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്, ഫോർ ഫർദർ ട്രീറ്റ്മെന്റ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇനി ഉണ്ടോ എന്നറിയാനും അതിനെന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആളെ അങ്ങോട്ടേക്ക് മാറ്റും. ഓക്കെ, അപ്പൊ കാഷ്വാലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അതാണ്. അത്രേ ഉള്ളൂ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ കാഷ്വാലിറ്റിയെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാനുള്ളത്. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി, എ ആൻഡ് ഇ ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെയൊക്കെ ഇതിന് പേരുകളുണ്ട്. പിന്നെ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് പേഷ്യൻസ് ആർ ബ്രോട്ട് ഇൻ ടു ബൈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് ബൈ ആംബുലൻസ് ആണ്. മാത്രമല്ല എമർജൻസി സിറ്റുവേഷൻസിലാക്കി ഇവർ കൊണ്ടുവരിക. എല്ലാ തരത്തിലുള്ള എമർജൻസി എക്യുപ്മെന്റ്സുകളും മസ്റ്റ് ബി ദർ അല്ലെ. ഹോസ്പിറ്റലിൽ ഈ കാഷ്വാലിറ്റിയിൽ എന്താണെന്നറിയോ, ഈ എമർജൻസി സിറ്റുവേഷൻസിലാണ് പേഷ്യൻസിനെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ട എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സും മെഷീനറീസും അവിടെ ഉണ്ടായിരിക്കണം കാഷ്വാലിറ്റിയിൽ. ഇപ്പൊ ഹാർട്ടുമായി ബന്ധപ്പെട്ട ഹാർട്ട് അറ്റാക്കിന്റെ ഒരു ലക്ഷണവുമായിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്നു. അപ്പൊ അവർക്ക് കൊടുക്കേണ്ട ചികിത്സയ്ക്ക് വേണ്ട ഒരു മെഷീൻ അവിടെ ഉണ്ടാവും. ഒരു മെഷീൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഹാർട്ട് അറ്റാക്സ് വരുന്ന ഒരു വലിയ സാധനം വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്നു, പെട്ടെന്ന് ഒറ്റയടിക്ക് അത് പ്രസ് ചെയ്ത് മൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? വീഡിയോസിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മള്. അപ്പൊ ആ സാധനം അത് കാഷ്വാലിറ്റിയിൽ ഉണ്ടാകണം. അല്ലാണ്ട് പേഷ്യന്റിനെ ഇവിടെ കൊണ്ടൊന്ന് കിടത്തി പതുക്കെ പോയി ആ സാധനമൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും ഇവിടുത്തെ ആളുടെ പരിപാടി തീരും അല്ലെ. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ എല്ലാ എക്യുപ്ഡ് ആയിട്ടുള്ള സാധനങ്ങളും വേണ്ട സാധനം കാഷ്വാലിറ്റിയിൽ വരാവുന്ന പേഷ്യൻസിന്റെ ആ ഒരു ഇത് മനസ്സിലാക്കി അവിടെ അത്രയും എക്യുപ്മെന്റുകളൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതും കാഷ്വാലിറ്റിയുടെ പ്രത്യേകതയാണ്. ആൻഡ് ഓൾസോ ദ കാഷ്വാലിറ്റി ഓഫ് എ ഹോസ്പിറ്റൽ വർക്ക്സ് അറൌണ്ട് ദ ക്ലോക്ക്. ദാറ്റ് മീൻസ് 24 hours ഒരു കാഷ്വാലിറ്റി ഹോസ്പിറ്റൽസിൽ വർക്കിംഗ് ആയിരിക്കണം. ഇടയ്ക്ക് വെച്ച് നിർത്തി പോവുക എന്നുവെച്ചാൽ ക്ലോസ്ഡ് ആണ്, കാഷ്വാലിറ്റി അടച്ചിട്ടിരിക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും ഇല്ല, കേൾക്കില്ല. കാരണം ഫുൾ ടൈം ഡേ 24 hours വർക്കിംഗ് ആണ്. 24x7 എന്ന് പറയുമ്പോൾ അങ്ങനെയും നമുക്ക് പറയാം 24 hours into 7 days of the week. അത്രയും വർക്കിംഗ് ആണ്, ക്ലോസ് ചെയ്യില്ല. ആളുകൾ മാറി മാറി നിൽക്കുന്നു മാത്രം ഷിഫ്റ്റിലൊക്കെ. ബിക്കോസ് അത് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല. കാരണം മനുഷ്യന്മാർക്ക് അസുഖം വരുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റുമോ? പറയാം. നേരത്തെ കൂട്ടി പറഞ്ഞിട്ടാണ് അസുഖങ്ങൾ, എമർജൻസി അസുഖങ്ങൾ വരുന്നത്, ആക്സിഡന്റ്സ് വരുന്നത്. ആക്സിഡന്റ് വരാൻ പോകുന്നു എന്തെങ്കിലും പുതിയ ഒരു സൂചന കൊടുത്തിട്ടാണോ വരുന്നത്? തീർച്ചയായിട്ടും അല്ല. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ പേഷ്യൻസിനെ എപ്പോ വേണമെങ്കിലും കൈകാര്യം ചെയ്യണം എന്ന് വിചാരിച്ചു വേണം. അതെപ്പോഴും ഫുൾ ടൈം ഓൺ ആയിരിക്കും അതായത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇത്രയേ ഉള്ളൂ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച്. ക്ലിയർ ആയോ എന്താണ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, കാഷ്വാലിറ്റി ഓർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, രണ്ട് ഡിപ്പാർട്ട്മെന്റേ പറഞ്ഞിട്ടുള്ളൂ ഇത്ര നേരമായിട്ട്. ഈ പറഞ്ഞത് തന്നെ പറഞ്ഞത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൂടാതെ അതിനോടൊപ്പം കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞു. അതൊന്ന് വായിച്ചു നോക്കി, സ്ക്രീനിൽ ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. ആ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ ഒന്നും നമുക്ക് എക്സ്ട്രാ നോട്ട്സ് ഇല്ല കേട്ടോ.
നമ്മളെ കിടക്കുന്നത് മാത്രം അടിക്കാനുള്ളൂ. അതിന്റെ എക്സ്ട്രാ നോട്ട്സ് ഒന്നുമില്ല. മനസ്സിലായോ? ആണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടി പെട്ടെന്ന് നോക്കാം. കുറച്ച് മറ്റേ മുന്നിലത്തെ നിങ്ങളുടെ കോ ബാച്ചസിനെ അപേക്ഷിച്ച് കുറച്ച് ബാക്കിലാണ് നമ്മള്. അല്ലേ എടുക്കാം അതിന്റെ നോട്ട്. ഇതിനകത്ത് കാർഡിയോളജിയിൽ നമുക്ക് കുറച്ച് നോട്ട്സ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ദിവസം എഴുതാം. അപ്പൊ എന്താണെന്നൊന്ന് പറഞ്ഞു വെക്കാം. കാർഡിയോളജി പറയട്ടെ? ഓക്കെ, 5 മിനിറ്റ് കറക്റ്റ് 5 മിനിറ്റ്. അപ്പൊ നമുക്കത് പറഞ്ഞു തീർക്കാനുള്ള സമയമുണ്ട്. ഓക്കെ, കാർഡിയോളജി ആണ് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ പറഞ്ഞു വിച്ച് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് ദ ഡിസോർഡേഴ്സ് ഓഫ് അവർ ഹാർട്ട് ഓർ ഹ്യൂമൻ ഹാർട്ട് ഓർ സർക്കുലേഷൻ. നമ്മുടെ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ സംബന്ധമായത്, ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി എന്ന് പറയുന്നത് അല്ലെ. ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇന്നുള്ളൂ കൂടുതലും എപ്പോഴും അല്ലെ. നമുക്ക് പെട്ടെന്ന് നമുക്ക് പേടി വരുന്ന ഒരു അസുഖം എന്ന് പറയുന്നത് കൂടിയാണ് ഇത്. ബിക്കോസ് അത് എപ്പോ പെട്ടെന്ന് നമ്മൾ സ്റ്റക്ക് ചെയ്യുന്നു അറിയില്ല. കാരണം നമ്മൾ അങ്ങനത്തെ ഒരുപാട് നമ്മൾ ഫേസ് ചെയ്യുന്നതുമാണ്, നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ നമുക്ക് കിട്ടുന്ന അറിവുകളുമാണ്. അപ്പൊ കാർഡിയോളജി അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് വിച്ച് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ഓഫ് ആൻഡ് ഡിസോർഡേഴ്സ് ഓഫ് ഹാർട്ട്. ഇനി മാത്രമല്ല ഇത് ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും എപ്പോ ആണെങ്കിലും ആവശ്യം വരാവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്. കിടത്തിക്ക് ചികിത്സിക്കുന്ന രോഗികൾക്ക് പെട്ടെന്ന് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് വരാം അല്ലെ. അപ്പൊ അവരെ വേഗം കാർഡിയോളജി വിഭാഗത്തിലേക്ക് മാറ്റേണ്ടി വരും. വേറെ എന്തെങ്കിലും സുഖമായിട്ട് വന്നിട്ട് പെട്ടെന്ന് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം വരാം. അപ്പൊ ഇൻപേഷ്യൻസിനും അതുപോലെ തന്നെ ഔട്ട് പേഷ്യൻസിനും ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് ഡിസീസ്, നമ്മുടെ ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഇല്ലേ, രോഗങ്ങള്, അതിന്റെ ഒരു ബിഗ്ഗസ്റ്റ് ഏരിയ കവർ ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അത് ഏതാണെന്ന് അറിയാമോ? കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. കൊറോണറി ആർട്ടറി ഡിസീസ് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് CAD, ഷോർട്ട് ഫോം ആണ് CAD, കൊറോണറി ആർട്ടറി ഡിസീസ്. ഹാർട്ടിന്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രോബ്ലംസ് ഒരുമിച്ചാണ്. അതിന് പറയുന്ന പേരാണ് എന്ത്? CAD, കൊറോണറി ആർട്ടറി ഡിസീസ്. അതിനൊരു എക്സാമ്പിൾ ഉണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഈസ് ദാറ്റ്, എന്താണത്? ആൻജൈന. എങ്ങനെ വായിക്കുന്നത്? ആൻജൈന എന്ന് പറയുന്ന കൊറോണറി ആർട്ടറി ഡിസീസിന് ഒരു എക്സാമ്പിൾ ആണ്. സോ ഈ പറയുന്ന ആൻജൈന അതൊരു ഹാർട്ട് ഡിസീസ് ആണ്. ആൻഡ് ദിസ് ആൻജൈന പോലെയുള്ള അസുഖങ്ങള് നമുക്ക് സർജിക്കൽ പ്രൊസീജിയേഴ്സിലൂടെ, സർജറീസിലൂടെ ഒക്കെ നമുക്ക് അതിനെയൊക്കെ എന്താ പറയാ, നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും. ഹാർട്ടിന് ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ ആൻജൈനയൊക്കെ. അപ്പൊ ഇത് സർജിക്കൽ ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് ഈ പറയുന്ന ഹാർട്ടിന്റെ ഈ ആൻജൈന പോലെയുള്ള രോഗങ്ങൾ മാറ്റാൻ ഉള്ള ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ബ്ലഡ് വെസൽസിനും അതുപോലെ ഹാർട്ടിലും ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ ഒരു സർജറിയിലൂടെയാണ്. കൊറോണറി ആർട്ടറി ഡിസീസ്, ദാറ്റ് ഈസ് ആൻജൈന പോലെയുള്ള രോഗങ്ങളൊക്കെ നമുക്ക് ഈ സർജിക്കൽ ട്രീറ്റ്മെന്റിലൂടെ, അതിന്റെ പേരെന്താ? കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്, CABG. അതിന്റെ ഷോർട്ട് ഫോം അതാണ്. CAD കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. CABG എന്ന് പറയുന്നത് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് ആണ്. അപ്പൊ ഈ നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ട വെറൈറ്റി അല്ലെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് ഡിസോർഡേഴ്സ് ഹാർട്ടിൽ ഉണ്ടാവാറുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ആൻജൈന, ഒരു എക്സാമ്പിൾ. അപ്പൊ എന്താണ് ആൻജൈന? ആൻജൈന എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിവിയർ പെയിൻ ഓൺ ദ ബോട്ടം ഓഫ് ചെസ്റ്റ് വിച്ച് ഈസ് ഓഫൻ സ്പ്രെഡിംഗ് ടു ദ നെക്ക്, ഷോൾഡേഴ്സ് ആൻഡ് ആംസ്. അതായത് ഒരു തരം നെഞ്ചുവേദനയാണ്. ഈ നെഞ്ചുവേദന വെറുതെ ഒരു നെഞ്ചുവേദന മാത്രമായിട്ടല്ല, അതിങ്ങനെ ആ വേദന ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ നെക്കിലേക്കും, അതായത് നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തോട്ടും പിന്നെ അതുപോലെ തന്നെ ഷോൾഡറിലേക്ക്, അവിടെ നിന്ന് വീണ്ടും കൈകളിലേക്ക് ഇങ്ങനെ പതുങ്ങി ഈ വേദന ഇങ്ങനെ ഇങ്ങനെ നീങ്ങുന്നത് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൺസൾട്ട് ചെയ്യാം നമുക്ക്. ബിക്കോസ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വന്നാലേ നമ്മളിപ്പോ ഒരു നെഞ്ചുവേദന ഗ്യാസിന്റെ ആകും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഗ്യാസിന്റെ മരുന്നുകൾ കഴിക്കുക, അല്ലെങ്കിൽ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും ഫുഡ് കഴിക്കുക. അപ്പൊ നമുക്ക് വിചാരിക്കും പോകാം. ഓക്കെ, എല്ലാ ഇതുപോലെയുള്ള നെഞ്ചുവേദനകളും ഗ്യാസ് പ്രോബ്ലംസ് ആകണമെന്നില്ല. എല്ലാ നെഞ്ചുവേദനകളും ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും ആകണമെന്നില്ല.
മേ ബി ചാൻസസേ ഉള്ളൂ അല്ലെ, നമുക്ക് പ്രോബബിലിറ്റി ചാൻസ് പറയാനേ സാധിക്കുള്ളൂ. പക്ഷെ ഈ പറയുന്ന രീതിയിലുള്ളത് എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ, ആ വേദന ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊരു കൺസൾട്ടേഷൻ, നമുക്ക് എന്തിനാ എന്താ പറയാ, ചില കാര്യങ്ങൾ നമുക്ക് നേരത്തെ കൂട്ടി അറിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാൻ സാധിക്കും. അപ്പൊ ആ ആൻജൈന പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ആൻജൈന എന്ന് പറയുന്നത് ഈ നെഞ്ചുവേദനയാണ്. എന്തുകൊണ്ടാണ് ഈ നെഞ്ചുവേദന ഇങ്ങനെ വരുന്നത്? ബിക്കോസ് ഓഫ് ദ ബ്ലോക്കേജ് ഓഫ് ബ്ലഡ്. ബ്ലഡിന്റെ കറക്റ്റ് ആയിട്ടുള്ള സർക്കുലേഷൻ ഹാർട്ടിലേക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. അതായത് ബ്ലഡ് ഹാർട്ടിലേക്ക് ഒഴുകണമല്ലോ, സർക്കുലേറ്റ് ചെയ്യണം. അതിന്റെ ആർട്ടറീസിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, ഹാർട്ട് വരെ എത്തും, ഹാർട്ടിന്റെ ആർട്ടറീസിലേക്ക് എത്തി അവിടുന്ന് ഹാർട്ടിലേക്ക് പോകും. അപ്പൊ ഇത് പോകുന്നതില് എന്തെങ്കിലും ബ്ലോക്ക് വരിക, തടസ്സം വരിക. എങ്ങനെ ബ്ലോക്ക് ആകാം? അതായത് നമ്മുടെ ഈ ആർട്ടറീസിൽ ചിലപ്പോഴൊക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ശരീരത്തിന് ആവശ്യമുണ്ട്. മോർ ദാൻ ദാറ്റ്, അതിൽ കൂടുതൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ കൂടുതലും കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെയൊക്കെ വേസ്റ്റുകൾ, ഇപ്പൊ കൊളസ്ട്രോള്, ഫാറ്റ്, ഇതൊക്കെ അവിടെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലൊക്കെ ചെന്ന് അടിഞ്ഞുകൂടി കിടക്കും. ആൻഡ് ഹിയർ കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനമാണ് ഈ പറയുന്ന ആർട്ടറീസിന്റെ ഭിത്തിയില്, ഈ ആർട്ടറീസിന്റെ ചുറ്റും വന്നിങ്ങനെ ബിൽഡപ്പ് ചെയ്യും, പ്ലാക്സ് പോലെ, ഇങ്ങനെ കട്ടി പിടിച്ച ഒരു സാധനം പോലെ. ഇത് ഈ പ്ലാക്ക് എന്ന് പറയുന്നത് സിമെന്റിലേക്ക് ഒരു സാധനമാണ്, സബ്സ്റ്റൻസ് ആണ്. ഈ കുത്തി കളഞ്ഞാൽ ചിരണ്ടി കളയാൻ പറ്റുന്ന ഒരു സാധനം. ഈ പ്ലാക്ക് രണ്ട് രീതിയിലുണ്ട്, ഡെൻജൽ പ്ലാക്കും ഉണ്ട്, കൊളസ്ട്രോൾ പ്ലാക്കും ഉണ്ട്. കൊളസ്ട്രോൾ പ്ലാക്ക് വിൽ ബി ബിൽഡിംഗ് അപ്പ് ഇൻ ദ ആർട്ടറീസ്. നമ്മുടെ ഈ ആർട്ടറീസിലാണ്, ഹാർട്ടിന്റെ ആർട്ടറീസിലാണ് ഇത് ബിൽഡപ്പ് ചെയ്യാം. മറ്റേ ഡെന്റൽ പ്ലാക്ക് എന്ന് പറഞ്ഞാൽ പല്ലിന്റെ വിടവിലൊക്കെ കുട്ടികളൊക്കെ ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്തില്ല എങ്കിൽ ഒരു പെയിൽ യെല്ലോ കളറിലുള്ള ഒരു സാധനം വന്നിങ്ങനെ അടിഞ്ഞു കൂടും, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അതങ്ങനെ അവിടെ ഇരുന്ന് കട്ട പിടിച്ച് ഭയങ്കര ഒരു സിമെന്റ് ഇട്ട് തേച്ച് ഉറപ്പിച്ച ഒരു സാധനം പോലെ അവിടെ ബിൽഡപ്പ് ചെയ്യും. ഓക്കെ, സോ afterwards we have to take them to the dentist. അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഡെന്റിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകേണ്ടി വരും. അവരൊരു സാധനം വെച്ച് മെഷീൻ വെച്ചത് പല്ല് ക്ലീൻ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ, അപ്പൊ അത് ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെറുടി അത് ഇങ്ങനെ പൊടിഞ്ഞു ഒരു സിമെന്റ് പോലെ പൊടിഞ്ഞു വരുന്ന സാധനം പോലെ ആകുന്നു. അതുപോലെയുള്ള സാധനങ്ങൾ കൊളസ്ട്രോളിന്റെയും ഉണ്ട്, പ്ലാക്സ്. അത് വന്നിങ്ങനെ അടിഞ്ഞുകൂടി എന്ത് ചെയ്യും? നമ്മുടെ ബ്ലഡിന് പോകാനുള്ള വഴി അങ്ങോട്ട് മുടക്കി അവസാനം മൊത്തം ബ്ലോക്കായി നമ്മൾ ശ്രദ്ധിക്കാണ്ട് ഒരു അങ്ങനെ മൊത്തം ബ്ലോക്ക് ആയി പോകണം. ഒറ്റയടിക്ക് ബ്ലോക്ക് ആകില്ല. അപ്പൊ ശ്രദ്ധ കൊടുക്കാതിരിക്കുമ്പോൾ ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ പറയുന്ന ബയോകാർഡിയൽ ഇൻഫാക്ഷൻ, അതായത് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങൾക്ക് ഇടയാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ആൻജൈന എന്താണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത പാരഗ്രാഫ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ബിക്കോസ് സമയം അതിക്രമിച്ചു, ടീച്ചറോടെ പുറത്ത് വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ കാഷ്വാലിറ്റിയും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും നന്നായിട്ട്, നമ്മളുടെ ഏതായിരുന്നു ഫസ്റ്റ് വൺ, കാഷ്വാലിറ്റിയും നമ്മുടെ കാർഡിയോളജി കുറച്ച് ഭാഗമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും എന്താണെന്ന് ശരിക്കും വായിച്ച് മനസ്സിലാക്കി ഷോർട്ട് നോട്ട്സ് തന്നത് നന്നായിട്ട് പഠിച്ചേക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ബൈ, കാണാം നെക്സ്റ്റ് ഡേ. താങ്ക് യു.